യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ആരിഫ് ഹാഷിമി കളത്തൂർ. അപ്പോൾ നിരവധി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ പലസ്തീനിൽ തുടങ്ങി വെച്ച യുദ്ധം 50,000-ൽ പരം ആളുകൾ മരിച്ചു വീണു ഇതുവരെ എന്ന് പറയുന്നുണ്ട് സുകുമാരൻ ക്രിസ്റ്റൽ. ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതി ഇനിയും തീർന്നിട്ടില്ല. അതിനോടൊപ്പം നിൽക്കുകയാണ് അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രം എന്ന ലോക നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയെ വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആയുധ പരിശീലനങ്ങളിലൂടെ അല്ലെങ്കിൽ ആയുധം നൽകിക്കൊണ്ട് തങ്ങളുടെ ആയുധങ്ങൾ മറ്റുള്ളവർക്ക് മേൽ വർഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ഒരു യുദ്ധവെറിയിലേക്ക് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തുമ്പോൾ, തീർത്തും സാമ്രാജ്യത്വപരമായ നിലപാടിലേക്ക് അമേരിക്ക എത്തുമ്പോൾ ആ അമേരിക്കയുടെ നിലപാടിനെയാണ് പ്രതിഷേധിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാടുകളോടാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുന്നു, വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഏത് സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തെ ഏത് രീതിയിലാണ് അമേരിക്ക മുതലെടുത്തത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അത്തരത്തിലുള്ള മുതലെടുപ്പുകൾ അമേരിക്ക ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളായാലും അല്ലെങ്കിൽ നേരത്തെ രാജൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ സാധാരണയായി പറയാറുണ്ട്, രണ്ടാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ കുറുക്കൻ്റെ ഒരു കഥകളൊക്കെ നമ്മൾ കേട്ട് വളർന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം തന്നെ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടെ കേട്ട് വരാം. ഷീജ, യാത്രക്കാരെല്ലാം തന്നെ പ്രതിഷേധത്തിലാണല്ലേ? പൊടുന്നനെയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നതും യാത്ര ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നതും. തീർച്ചയായും വിനിഷ, ഏതായാലും യാത്രക്കാർ വലിയ തോതിൽ ഉള്ളൊരു ബുദ്ധിമുട്ടിൽ കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എവിടേക്ക് യാത്ര പുറപ്പെടേണ്ടതായിരുന്നു? ദോഹയിലേക്ക്. ഈ നേരത്തെ അറിയിച്ചിരുന്നോ വിമാനം ക്യാൻസൽ ചെയ്യാണ് എന്നുള്ളത് വിവരം അറിഞ്ഞിരുന്നോ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ്. ഇത് ഇനിയിപ്പോൾ ഇന്ന് അവിടെ എത്തി എന്തെങ്കിലും ഇന്ന് ജോലിയിൽ തിരികെ കയറേണ്ടതാണോ? അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം അല്ല, പുതിയ ഇതിൽ പോകുന്നതാണ്. അപ്പം എവിടെ നിന്ന് വരുന്നതാണ്? ഞാൻ കൊല്ലത്തുനിന്ന്. ഇവിടെ എത്തുന്നത് വരെ ഒരു തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായോ? എപ്പോഴത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരം ഇതുവരെ ഒരു ഇൻഫർമേഷനും ഇല്ല. ഈ രീതിയിൽ ഏതായാലും ഇന്ന് ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞവരുണ്ട്, ചിലർ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗം പേരും നേരത്തെ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് വിനിഷ. കാരണം ഇതിന് സമാനമായ രീതിയിൽ ചിലർ ഇവിടെ നിരവധി പേരുണ്ടായിരുന്നു, പക്ഷെ പരസ്യമായി അവർ പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് യാത്ര ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ഏകദേശം 8 വിമാനങ്ങൾ ഇന്ന് രാവിലത്തെ പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ അറിയിപ്പ്, പ്രത്യേകിച്ചും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ് കൃത്യമായ രീതിയിൽ നൽകിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ചിലർ ഇവിടെ രാവിലെ വിമാനത്താവളത്തിൽ ഈ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് മുൻപ് തന്നെ അവർ വിമാനത്താവളത്തിൽ എത്തേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് എത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് ഇതേക്കുറിച്ച് തങ്ങളുടെ വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു വിവരം അറിയുന്നത്. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും ഇനി തിരികെ വീടുകളിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ച വ്യക്തി ആദ്യമായി പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിന് സമാനമായ രീതിയിലല്ല മറ്റു പലരുടെയും സാഹചര്യം എന്ന് പറയുന്നത്. ചിലർ ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകേണ്ട അവസാനത്തെ തീയതിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ഇന്ന് ഇവിടെ നിന്നും പുറപ്പെടേണ്ട വിമാനത്തിൽ പോകേണ്ട വ്യക്തിയായിരുന്നു. എവിടേക്ക് പോകേണ്ടായിരുന്നു? എന്തായിരുന്നു ഇന്ന് ഈ ജോലിയിൽ പ്രവേശിക്കേണ്ട തീയതി അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? വെറുതെ ഉള്ള യാത്ര? ജോലിക്ക് വേണ്ടി പോകുന്നത് തന്നെ, പക്ഷേ അത്യാവശ്യമല്ല, ഒരു മാസം കാലാവധി ഉണ്ട് അതിനകത്ത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പ് നൽകിയായിരുന്നോ? ഇല്ല, ഞാൻ ടിക്കറ്റ് എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നതാണ്. മെസ്സേജ് അവിടെ അവർക്കേ കിട്ടുള്ളൂ. ഞാൻ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു ക്യാൻസൽ ആണെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി CSF കാരത്ത് ചോദിച്ചപ്പോൾ അവർ ക്യാൻസൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അറിയാമല്ലോ, ഇവിടെ ചെന്നപ്പോൾ അവർ ഡേറ്റ് മാറ്റി തന്നു, 26
തീയതിക്ക് 27ലേക്ക് 27 തീയതിക്ക് ഡേറ്റ് മാറ്റി തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വന്നതിന് ഇവിടുന്ന് എയർ ഇന്ത്യന്ന് അറിയിച്ചിരുന്നു അല്ലാതെ? ഇല്ല ഞാൻ ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്ന അവർക്ക് മെസ്സേജ് കിട്ടുള്ളൂ അവിടെ നിന്ന്. മനസ്സിലായില്ലേ? അപ്പൊ 27-ന് അടുത്ത ഷെഡ്യൂൾ തന്നിട്ടുണ്ടല്ലേ? മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. എവിടെയാണ് വീട്? എവിടെയാണ്? തിരുവനന്തപുരം തന്നെ. അതുപോലെ മറ്റ് നിരവധി പേരുമുണ്ട്. ഇന്ന് പുറപ്പെടേണ്ടതായിരുന്നോ? இன்னது புறப்படாது. ஆனால் ஃப்ளைட்டு காலையில் 3 மணிக்கு வந்தோம். வந்த பிறகு அவங்க சொன்னாங்க டிக்கெட்டு வந்துட்டு இன்னும் ஃப்ளைட் எதுவும் வரல, எதுவும் லேண்ட் ஆகலை அப்படின்னு சொன்னாங்க. அப்போது வெயிட் பண்ண சொன்னாங்க. 2 மணி நேரம் வெயிட் பண்ணோம். அதுக்கப்புறம் சொன்னாங்க நாங்கள் ஃபோன் நம்பர் கொடுக்கோம், அதுக்கப்புறம் நீங்கள் அதில் அடிச்சுட்டு கான்டாக்ட் பண்ணுங்கள், 9 மணிக்கு கூப்பிடுங்கன்னாங்க. இப்போ 9 மணிக்கு வந்தால் இப்போ ஃப்ளைட்டு கேன்சலுங்காங்க. ഈ കൃത്യമായ ഇൻഫർമേഷൻ തന്നിട്ടില്ല. இது வரைக்கும் தந்ததில்லை. ஃபோன் அடிக்க சொல்லி நம்பர் கொடுத்தாங்க, அது லேண்ட்லைன் நம்பரில், அது ரிட்டர்ன் எடுக்கணும்ல, எடுக்க மாட்டேன்ட்டாங்க. ഇതുവരെ മറ്റൊരു തരത്തിലുള്ള ഉറപ്പും കിട്ടിയിട്ടില്ല. வேறு யார் சொல்ல முடியும்? வேறு யாருக்கும் இது இல்லைல்ல. இப்போ நிறைய பேர் காலையில் நிறைய பேர் வந்தாங்க. வந்த பிறகு அவங்க என்ன கேன்சல், இது கொஞ்சம் நேரம் கழிச்சு சொல்கிறப்ப எல்லோரும் வண்டி எடுத்துகிட்டு அவங்களா கிளம்பிட்டாங்க. நிறைய பேர் இருந்தாங்க. காலையில் சண்டே வந்துச்சு. എവിടെന്നാ വരുന്നത്? நான் இது அது தென்காசிலேருந்து வரேன். തെങ്കാശിയിൽ. അപ്പോൾ ഇനി തെങ്കാശിക്ക് പോകണം. திரும்பி போகணும். அங்கேருந்து 2 மணி நேரம் ட்ராவல் பண்ணி இங்கே வந்தேன். இங்கே வந்துட்டு இப்படி கேன்சல்னா செலவு நிறையா ஆகுது. திரும்பி போகணும், திரும்பி வேறு ஃப்ளைட்டுக்கு டிக்கெட் சேஞ்ச் பண்ணணும், இதெல்லாம் வேலைப்பாடு இருக்குது. ഇതുവരെ ഫ്ലൈറ്റിൻ്റെ അതായത് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലല്ലോ. എന്നത്തേക്ക് ഫ്ലൈറ്റ് റീഷെഡ്യൂൾ സംബന്ധിച്ചൊന്നും അറിയിച്ചിട്ടില്ലല്ലോ. இல்லை, அதை பற்றி எதுவும் சொல்லலை. நீ பேசினப்போ தான் எதுவும் ரிசல்ட் தெரியும். இப்போ கேட்டுட்டு பேசிட்டு ഇവർ തെങ്കാശിയിൽ നിന്ന് വന്നവരാണ്. ഇവർക്ക് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ ഇവിടെ എത്തിയിട്ടുള്ളവരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു പ്രതിസന്ധിയാണ് അവർക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. കാരണം ഇനി തിരികെ തെങ്കാശിയിലേക്ക് മടങ്ങണം. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്താലും ഇന്നത്തേക്ക് വിമാനം ഒന്നും തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അപ്പോൾ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഇവരെ പോലെ കുടുംബസമേതം തെങ്കാശിയിൽ നിന്ന് വന്നവരാണ്. ഈ ഇദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മറ്റ് ഇടങ്ങളിൽ നിന്ന് എത്തുന്നവർ ഉൾപ്പെടെ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കുമ്പോൾ. വിമാനം റദ്ദാക്കാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കാം. പക്ഷേ വിമാന കമ്പനികൾ കൃത്യമായ രീതിയിലുള്ള അറിയിപ്പ് ഈ യാത്രക്കാർക്ക് കൂടി നൽകണം എന്നുള്ളതാണ്. കാരണം അല്ലാത്ത പക്ഷം ഇവരെ പോലുള്ളവർ നിരവധി പേരാണ് ഇവിടെ എത്തി പ്രതിസന്ധിയിലാകുന്നത്. അവർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് എടുത്തു പറയാനുള്ളത്. വിനിഷ.